വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ജീവനക്കാർ ജൂലൈ 17-ന് സൂചനാ പണിമുടക്കം നടത്തുന്നു. മെഡിസെപ്പ് ഉൾപ്പെടെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 നടക്കുന്ന സൂചനാ സമരവും പ്രതിഷേധ ധർണയും കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ഭരണപിടിപ്പിൻ്റെയും മറ്റ് ഭാഗമായിട്ട് സർക്കാരിലേക്ക് 2018 ഒരു ഓർഡിനൻസിലൂടെ വിട്ടുകൊടുക്കുകയും 2019 സർക്കാർ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ സഹകരണ മേഖലയിൽ തൊട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും നിഷേധിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടം ഈ 2014 വരെ മുന്നോട്ട് പോകുന്നത്. 2016 നമുക്ക് കിട്ടിയ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ശമ്പളവും അതിൻ്റെ കൂടെയുള്ള 12% DA ആണ് ഈ 2024 നമ്മൾ വാങ്ങുന്നത്. സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് ജീവനക്കാരോട് ഒരു ചിറ്റമാ നയമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പും എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് പരിസരത്തായാലും DMEയുടെയും കലക്ട്രേറ്റിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലും നമ്മൾ നിരന്തരമായി ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ല. കാരണം ഇനി ജീവിക്കണോ മരിക്കണോ എന്ന രീതിയിലേക്ക് അവിടുത്തെ ജീവനക്കാർ മാറിയിരിക്കുകയാണ്. അത്രയും വളരെ വിഷമഘട്ടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പെരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ഒരു സമര പരിപാടിയെ മുന്നോട്ട് പോവുകയാണ്. ഈ വരുന്ന 17-ാം തീയതി അതിൻ്റെ ഭാഗമായി ഒരു ദിവസത്തെ പണിമുടക്ക് ആരംഭിക്കുകയാണ്. NGO അസോസിയേഷനും അതുപോലെ തന്നെ നേഴ്സസ് യൂണിയനും സംയുക്തമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി മുഴുവൻ ജീവനക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരപാതയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം സംരക്ഷിച്ച് തസ്തിക നിർണ്ണയിക്കുക, സർക്കാർ ഏറ്റെടുത്ത സ്പാർക്ക് പ്രഖ്യാപിച്ച തീയതി വരെയുള്ള ഗ്രാറ്റുവിറ്റി, ലീവ്, സറണ്ടർ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക, മെഡിക്കൽ കോളേജിൽ 10 മുതൽ 28 വർഷം വരെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആ വർഷത്തെ സർവീസ് പരിഗണിച്ച് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക, അവരവരുടെ സീനിയോറിറ്റി പരിഗണിച്ച് പ്രൊമോഷൻ നൽകുക, മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവനക്കാർക്കും 2019 വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകുക, 2021 ഫെബ്രുവരിയിൽ മെഡിസെപ്പ് അംഗങ്ങളായ ജീവനക്കാരുടെ 2019 മുതലുള്ള മെഡിസെപ്പ് അരിയേഴ്സ് എന്ന പേരിൽ ശമ്പളത്തിൽ നിന്നും അനധികൃതമായി തുക പിടിക്കുന്ന നടപടി റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, NGOA എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സമരം നടത്തുന്നത്. സമരത്തിൽ 200-ലേറെ പേർ പങ്കെടുക്കും. ജൂലൈ 17-ന് നടക്കുന്ന സൂചനാ സമരവും പ്രതിഷേധ ധർണയും മുൻ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്യും. നഴ്സിംഗ് ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. ഈ 5 വർഷത്തിനിടയ്ക്ക് നഴ്സുമാരുടെ സാലറിയിൽ വലിയ ഇടിവാണ്. ഏകദേശം ഒരു 10,000 രൂപയിൽ താഴെയാണ് നിലവിൽ ഞങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്നും ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലേക്ക് വന്നപ്പോൾ ഒരു ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞത് 10,000 മുതൽ 20,000, 23,000 രൂപ വരെ സാലറിയിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരു മാസത്തെ കുറവാണിത്. പിന്നെ സ്പാർക്കാക്കുകയും ഇൻ്റഗ്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുമ്പോഴും ഈ മെഡിസെപ്പ് അതേപോലെ NPS, ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവ കട്ട് ചെയ്യുന്നത് ഈ കുറവ് കിട്ടുന്ന സാലറിയിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പ അടയ്ക്കുവാനോ വീടിൻ്റെ ലോൺ അടയ്ക്കുവാനോ ദൈനംദിന ജീവിതത്തിനോ ഞങ്ങൾക്ക് ഈ കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരു ജീവനക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മിക്ക നേഴ്സുമാരും ഏകദേശം ജോലി നിർത്തി ഇവിടുന്ന് വിദേശത്തോട്ട് പോവുകയാണ്. വാർത്താസമ്മേളനത്തിൽ NGOA സംസ്ഥാന കൌൺസിൽ അംഗം UK മനോഹരൻ, ബ്രാഞ്ച് സെക്രട്ടറി TV ഷാജി, KGNU സംസ്ഥാന സെക്രട്ടറി റോബിൻ B. ജേക്കബ്, KA ഷൈനി, സ്വപ്ന ചാക്കോ എന്നിവർ പങ്കെടുത്തു.